ശങ്കുട്ടിദാസ്, നമുക്കറിയാം വളരെ മുൻപ് അല്ലെങ്കിൽ 17 വർഷം മുൻപ് കാവി ഭീകരത എന്നൊരു പ്രചരണം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ ആസ്പദമായ ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 7 പേരെയും വെറുതെ വിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതെ, വളരെ സന്തോഷകരമായ, വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്നത്തെ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ കേസിന്റെ ഫാക്സുകൾ പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അത്ഭുതവുമില്ല. കാരണം ഇത് 100% കെട്ടിച്ചമച്ചൊരു കേസാണെന്നത് ആദ്യകാലങ്ങളിൽ തന്നെ വെളിപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഹോം മിനിസ്ട്രിയിൽ അക്കാലത്ത് ജോലി ചെയ്തിരുന്ന RVS മണി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാർ ഹിന്ദുത്വ ഭീകരത അല്ലെങ്കിൽ സാഫ്രൻ ടെറർ എന്നൊരു പദാവലി കോയിനേജ് ചെയ്യാൻ വേണ്ടി ബോധപൂർവം സംഭവങ്ങൾ കെട്ടിച്ചമച്ചത്, എങ്ങനെയാണ് CBI പോലെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് ആളുകളെ പ്രഷറൈസ് ചെയ്തുകൊണ്ടും അവരെ വളരെ ശാരീരികമായും മാനസികമായും പീഡനം ഏൽപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഹിന്ദു സംഘടനകൾക്കെതിരെയും അതേപോലെ തന്നെ ഹിന്ദു സന്യാസിമാർക്കെതിരെയും മൊഴികൾ കൊടുക്കാൻ നിർബന്ധപ്പെടുത്തിയിരുന്നത്, എങ്ങനെയാണ് ശൂന്യതയിൽ നിന്ന് ഇത്തരത്തിലൊരു ഭീകരാക്രമണ കേസ് ഹിന്ദു സംഘടനകളുടെ പേരിൽ കെട്ടിപ്പടുത്തുക എന്നതിനെ സംബന്ധിച്ചെല്ലാം RVS മണി എന്ന് പറയുന്ന അക്കാലത്ത് ഹോം മിനിസ്ട്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതുകയും സാഫ്രൻ ടെറർ ഫോർമർ ഹോം മിനിസ്റ്റർ എംപ്ലോയീസ് ഇൻസൈഡ് അക്കൗണ്ട് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, മുംബൈ താജ് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഇവിടെയുള്ള ഇസ്ലാമിക ഭീകരതയ്ക്ക് ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി ഹിന്ദു ഭീകരത എന്ന് പറയുന്ന ഒരു പ്രയോഗത്തെ പ്രചാരവൽക്കരിക്കണമെന്നും അതിനായി ചില സംഭവങ്ങൾ നിർമ്മിക്കണമെന്നും അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന P. ചിദംബരം, ദിഗ്വിജയ് സിംഗ്, അതേപോലെ തന്നെ സൽമാൻ ഖുർഷിദ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് താജ് മുംബൈ അറ്റാക്ക് പോലും ഹിന്ദുത്വ ഭീകരന്മാർ നടത്തിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും അത്തരത്തിലൊരു പുസ്തകത്തിന്റെ പ്രസാധനത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ ഇന്ത്യയിൽ വന്ന് നേരിട്ട് പങ്കെടുത്ത ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ജീവനോടെ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ പോലും എന്താ പറയാ, ഹിന്ദു ഭീകരന്മാർ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ദിഗ്വിജയ് സിംഗ് നടത്തിയിരുന്നു. P. ചിദംബരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിയാണ് ഈ സാഫ്രൻ ടെറർ അല്ലെങ്കിൽ ഹിന്ദുത്വ ടെറർ എന്ന് പറയുന്ന ഒരു ശബ്ദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഹിന്ദുധർമ്മം ഒരു സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധർമ്മമാണെന്നും ഹിന്ദുധർമ്മത്തിന് ഒരിക്കലും ഒരു ഭീകരവാദ സ്വഭാവത്തിലേക്ക് പോകാൻ കഴിയില്ലെന്നുള്ള സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ധാരണയെ അട്ടിമറിച്ചുകൊണ്ട് ഹിന്ദുക്കളാണ് ഇവിടുത്തെ യഥാർത്ഥ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ ബാലൻസ് ചെയ്യാനും അതിനെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഹീനശ്രമമാണ്. അതിന്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ വേട്ടയാടിക്കൊണ്ട് നിർമ്മിച്ചെടുത്തുള്ള കേസാണ്. ആദ്യഘട്ടങ്ങളിൽ ഈ മാലേഗാവ് സ്ഫോടനമാവട്ടെ, സംജോക്ത എക്സ്പ്രസ് ആവട്ടെ, മക്ക മസ്ജിദ് ബ്ലാസ്റ്റ് ആവട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സംഘടനയിലെ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ആളുകളെ മുഴുവൻ വെറുതെ വിടുകയും പകരമായിട്ട് കുറെ ഹിന്ദു സന്യാസിമാരെയും, പ്രത്യേകിച്ചും കേണൽ പുരോഹിത് എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട്. കാരണം കേണൽ പുരോഹിത് എന്ന് പറയുന്ന ആള് മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായി ഇത്തരത്തിൽ നിരവധി സംഘടനകളുടെ പ്രവർത്തനത്തെ പറ്റി പഠിക്കാൻ വേണ്ടി അഭിനവ് ഭാരത് പോലെയുള്ള സംഘടനയ്ക്കുള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അല്ലാണ്ട് അദ്ദേഹം അഭിനവ് ഭാരതിന്റെ ആളായിരുന്നില്ല. അദ്ദേഹം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജന്റ് ആയിരുന്നു. അദ്ദേഹം സൈന്യത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് അഭിനവ് ഭാരതിൽ പ്രവർത്തിച്ചിരുന്നത്. ആ കേണൽ പുരോഹിതിന്റെ പേരിലാണ് ഈ ഭീകരവാദം ഗൂഢാലോചന നടത്തി അതിന്റെ എല്ലാ ആസൂത്രണം നടത്തി എന്നുള്ള പേരിൽ കേസെടുക്കുകയും അദ്ദേഹത്തെ വർഷങ്ങളോളം ജയിലടക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിയിട്ട് കോടതി വിധി പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ഒരു ദിവസം മാത്രം അവശേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പൂർണ്ണ സൈനിക വേഷത്തിൽ മിലിറ്ററി ആസ്ഥാനത്ത് വന്ന് ചുമതല ഏറ്റെടുക്കാൻ സൈന്യം അനുവദിച്ചിരുന്നു. കാരണം സൈന്യത്തിന് 100% ബോധ്യം ഉണ്ടായിരുന്നു കേണൽ പുരോഹിത് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ എത്ര മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ്, ഹീനമായിട്ടാണ് ഒരു കസ്റ്റഡിയിൽ വെച്ച് ഇന്റർഗേറ്റ് ചെയ്തത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ പേഷ്യന്റ് ആയിരുന്ന ആൾക്ക് ചികിത്സയ്ക്കുള്ള അവസരം പോലും കൊടുക്കാതെ അതിക്രൂരമായിട്ടുള്ള മർദ്ദന മുറകൾ നടത്തിയിട്ട് അവരെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കാൻ സമ്മതിക്കുകയായിരുന്നു. കാരണം അവരുടെ പേരുള്ള കുറ്റം, സംജോക്ത എക്സ്പ്രസ് കേസുള്ള കുറ്റം, അവർക്ക് ജാമ്യം കിട്ടിയതിനു ശേഷം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ ദിഗ്വിജയ് സിംഗിനെതിരെ അവർ മധ്യപ്രദേശിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ നിന്ന് വലിയ ജനകീയ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ സ്വാഭാവിക ഒരു പരിമിതിയാണ് ഇപ്പോൾ UAPA പ്രകാരമുള്ള വകുപ്പുകൾ ഒന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് NIA കോടതി പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭീകര മുഖം ഒരിക്കൽ കൂടി രാജ്യത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ശരി, വളരെ നന്ദി. 1 മണിക്കൂറിൽ നമ്മോടൊപ്പം ചേർന്നതിന്.